പുന്നേക്കാട് പബ്ലിക് ലൈബ്രറിയുടെ മുന്നിലെ പുതിയതായി നിർമ്മിച്ച പടിക്കെട്ടുകൾ പൊളിച്ചു നീക്കിയ നിലയിൽ. അനധികൃതമെന്ന് കാണിച്ച് PWD സ്റ്റോപ്പ് മെമ്മോ നൽകിയ പടിക്കെട്ടുകളാണ് രാത്രിയുടെ മറവിൽ പൊളിച്ചു നീക്കിയത്. സംഭവത്തിന് പിന്നിൽ LDF വാർഡ് മെമ്പർ ഉള്ളതായി ലൈബ്രറി അധികൃതർ ആരോപിച്ചു. കയ്യേറ്റം അനുവദിക്കില്ലെന്ന് കാണിച്ച് നാട്ടുകാർ രംഗത്ത് വന്നത് നേരിയ വാക്കേറ്റങ്ങൾക്ക് വഴിയൊരുക്കി. റിപ്പോർട്ടിലേക്ക്. പുന്നേക്കാട് ടൗണിലെ പബ്ലിക് ലൈബ്രറിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന് മുന്നിൽ പുതുതായി പടിക്കെട്ടുകൾ നിർമ്മിക്കുന്നത് തടഞ്ഞുകൊണ്ട് PWD സ്റ്റോപ്പ് മെമ്മോ നൽകിയതിന് പിന്നാലെയാണ് പടിക്കെട്ടുകൾ തകർത്തതായി കാണപ്പെട്ടത്. നിർമ്മാണം അനധികൃതമാണെന്ന് നാട്ടുകാർ PWD അധികൃതരെ വിവരമറിയിച്ചതിനെ തുടർന്ന് വെള്ളിയാഴ്ച സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. എന്നാൽ രാത്രി ഏറെ വൈകി നിർമ്മാണം തുടർന്നു. ഇത് പിന്നീട് പൊളിച്ചു നീക്കിയ നിലയിൽ കാണപ്പെടുകയായിരുന്നു. നിർമ്മാണം കയ്യേറ്റമാണെന്നാരോപിച്ച് പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്തു വന്നു. ഒത്തിരി സമരങ്ങൾ ചെയ്തിട്ടാണ് ഇത്ര ഈ കവലയ്ക്ക് ചെയ്തതെന്ന്. നേരത്തെ റോഡ് അവിടെയായിരുന്നു, ഈ കെട്ടിടങ്ങളൊക്കെ ഇരുന്ന് അവിടെയായിരുന്നു, റോഡിന്റെ നടുക്ക്. ഈ വ്യാപാരി വ്യവസായ പേരിൽ കുറച്ചായിട്ട് കള്ളത്തരം പറഞ്ഞ് കുറച്ച് പേപ്പറുമായിട്ട് ഒന്ന് രണ്ട് പേര് വന്നിട്ടുണ്ട്. അവര് പറയുന്നത് ഇത് കവല അവരുടെ ഇങ്ങോട്ട് സ്റ്റെപ്പ് കടയിലേക്ക് കയറാൻ സ്റ്റെപ്പില്ല, ഇല്ല അവർക്ക് നടക്കാൻ സൗകര്യം ഇല്ല എന്നുള്ള. ഇവിടെ 3-4 കടക്കാർ ഇത് ചെയ്തിട്ടുണ്ട്. അതിന് അനുസരിച്ച് അവരെ കടയ്ക്ക് ഉള്ളിലേക്ക് സ്റ്റെപ്പ് ഇട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ചില കടക്കാർക്ക് മാത്രം പറയുകയാണ് അവർ ഇങ്ങോട്ട് ഇറക്കി ചെയ്യണമെന്ന്. ഇത് സർക്കാരിന്റെ ഭൂമി, ഈ PWDയുടെ ഇത് കട്ട വിരിച്ച സ്ഥലത്ത് ഇത് ജനങ്ങൾക്കും മറ്റുള്ള സൗകര്യത്തിനും കടക്കാർക്കും വേണ്ടി ചെയ്തതാണ്. ഇവിടെ ഒരു കയറ്റി ഇറക്കാൻ പറ്റത്തില്ല. ഇവിടെ എല്ലാ ബുദ്ധിമുട്ടാണ്, ഈ കവലയ്ക്കും ബുദ്ധിമുട്ടാണ്, കവല വികസനത്തിന് എതിരാണ് ഇത്. കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അക്ഷയ കേന്ദ്രത്തിലേക്ക് ദിവസേന നിരവധി വയോജനങ്ങളാണ് എത്തുന്നത്. ഉയരമുള്ള ഭാഗമായതിനാൽ ഇവർക്ക് മുകളിലേക്ക് കയറാൻ ബുദ്ധിമുട്ട് നേരിടുന്നുവെന്ന് കാണിച്ച് 2 പടിക്കെട്ടുകൾ മാത്രം നിർമ്മിക്കുകയായിരുന്നു എന്നാണ് ലൈബ്രറി അധികൃതർ വ്യക്തമാക്കിയത്. അതേസമയം ഇവിടെ ഒരു വശത്ത് റാമ്പ് നിർമ്മിച്ചിട്ടുണ്ടെന്നും ലൈബ്രറി അധികൃതർ ഉന്നയിക്കുന്ന ന്യായങ്ങൾ അടിസ്ഥാനമില്ലാത്തവയാണെന്നും 14-ാം വാർഡംഗം ജിജു ആന്റണി വ്യക്തമാക്കി. ഇതുപോലെ തന്നെ ഈ കവലകളുടെ ഈ പൊതുസ്ഥലത്തേക്ക് സ്റ്റെപ്പ് പണിത് വീണ്ടും അവർ കയ്യേറ്റം നടത്തുകയാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഈ കയ്യേറ്റം നടത്തുന്നതിന് വേണ്ടിയിട്ട് അവരിവിടെ മണലും കട്ടയെല്ലാം ഇറക്കിയപ്പോൾ ഇത് നമ്മൾ PWD അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ കോതമംഗലം PWD ഓഫീസിൽ നിന്ന് ഉദ്യോഗസ്ഥരെത്തി ഈ വ്യാപാരികൾക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു ഇന്നലെ ഉച്ചയ്ക്ക്. പക്ഷെ ആ സ്റ്റോപ്പ് മെമ്മോ ധിക്കരിച്ചുകൊണ്ടാണ് ഇന്നലെ രാത്രി വീണ്ടും അനധികൃതമായിട്ട് PWD ഭൂമിയിൽ നിയമം ലംഘിച്ചുകൊണ്ട് അവര് കട്ട പണിതത്. എന്നാൽ അതിർത്തിയായി PWD നിർണയിച്ചിരിക്കുന്ന സർവേക്കല്ല് യഥാർത്ഥ അതിർത്തിയല്ല എന്നും പട്ടയഭൂമിയിൽ നിലനിൽക്കുന്ന കെട്ടിടമാണ് ഇതെന്നും ഇതിനെതിരെ വകുപ്പ് തലത്തിൽ പരാതി നൽകി പ്രത്യേക അനുമതി വാങ്ങുമെന്നും ലൈബ്രറി അധികൃതർ പറയുന്നു. അവിടെ ഒരു കല്ലിട്ടുണ്ട്, അത് PWD ഇട്ടുന്ന കല്ലാണ്. അത് ഈ ഭൂമിയെ ബാധിക്കുന്നതല്ല. അവിടെ നിന്ന് അങ്ങോട്ട് താഴെ അങ്ങേറ്റം ലീല എന്ന് പറഞ്ഞ അവിടെ ചായക്കട വരെ കല്ലിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ചാണ് ലൈനെങ്കിലും ആ ലൈനിൽ പൊളിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കാവുന്നതാണ്. ആ കല്ല് അതിന്റെ അർത്ഥം ഈ പട്ടയഭൂമിയിലേക്കുള്ള കല്ലല്ല. അത് ഈ പട്ടയഭൂമിയുടെ കല്ല് അവിടെ അങ്ങനെ ഒരു കല്ലില്ല. അന്ന് PWD ഇട്ട കല്ലാണ്. അന്ന് ഈ സ്ഥലം നമ്മൾ താഴത്തേക്ക് കൊടുത്ത കാരണം നമുക്കിപ്പോൾ 2 മാനുഷികമായിട്ട് തന്നെ വിചാരിച്ചാൽ മതി. അവിടെ 4 കടമുറികൾ നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഈ 4 കടമുറികൾക്കും ചുമ്മാ ഇരിക്കാൻ പറ്റില്ല. അവർ വ്യാപാര സ്ഥാപനങ്ങളാണ്. അവർക്ക് കയറാനും ഇറങ്ങാനും അവർക്ക് റോഡിന്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ വഴി വേണം. ആ വഴി ഇവർ ലൈൻ കെട്ടിയപ്പോൾ ഞങ്ങൾ ഈ ഇത്രയും ഭാഗം ഒരു പ്രത്യേക റിക്വസ്റ്റ് കൊടുത്ത് ആ കല്ലിന്ന് ഇവിടം വരെ ഞങ്ങൾ ഈ സൈഡ് വാർപ്പിച്ചതാണ്, സൈഡ് കെട്ടിയതാണ്. അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് ഇനി അവിടെ അങ്ങോട്ട് ഇറങ്ങാൻ പാടില്ലെന്നല്ല. അപ്പൊ ഞങ്ങൾക്കൊരു ആവശ്യം വന്നപ്പോൾ ഞങ്ങൾ അനങ്ങായെന്ന് വെച്ചാൽ ഈ ആൾക്കാരുടെ ബുദ്ധിമുട്ട് കണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾ 2 സ്റ്റെപ്പ് ഇടാനൊരു തീരുമാനമെടുത്തു. മാത്രമല്ല അവിടെ ഈ 4 കടയിലേക്കും കയറാനായിട്ട് മാനുവലി കല്ല് പറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഉൾപ്പെടെയാണ് ഈ സാമൂഹ്യ വിരുദ്ധർ അത് എടുത്തു കളഞ്ഞത്. ഞങ്ങളത് കെട്ടിക്കാനായിട്ടൊന്നുമില്ല. വന്നു 2 നിര കല്ല് വെച്ചപ്പോഴത്തേക്കും കോതമംഗലം പോലീസിന് ഇവിടെ വന്നേച്ച് പറഞ്ഞു ഇത് പണിയാൻ പറ്റില്ല. ടൗണിന്റെ വികസനത്തിനായി നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ പൊളിച്ചു നീക്കിയിരുന്നു. ഇവയിൽ പലതും ഇപ്പോഴും നിയമവിധേയമായി പരിമിതികളോടെ പ്രവർത്തിക്കുമ്പോൾ ലൈബ്രറിക്ക് മാത്രമായി പ്രത്യേക പരിഗണന നൽകുന്നത് അംഗീകരിക്കാനാകില്ല എന്നാണ് നാട്ടുകാരുടെ പക്ഷം. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.